ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെഹൻസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് കറി റെസിപ്പീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ആക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാനായിട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 മുതൽ 5 വിസിൽ വരെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം വേണമെങ്കിൽ വിനാഗിരിയും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും നാരങ്ങ നീരൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഞാനിവിടെ ഒരു 5 വിസിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ട് വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഇഞ്ചി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും 3 ടേബിൾ സ്പൂൺ തന്നെയാണ്. പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ ചതച്ച പേസ്റ്റാണ് ഞാനിവിടെ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം കളറൊക്കെ മാറി അത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കളർ ചേഞ്ചായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 സവാളയാണ് ഈ 2 കിലോ ബീഫിന് എടുത്തിരിക്കുന്നത്. സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു പകുതിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി കൂടെ കളറ് മാറാനായിട്ടുണ്ട്. സവാള നല്ലോണം ഇപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 5 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്കിനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ട് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടികൾ ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അത് ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടിയാൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ നമ്മളൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്
ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു ചൂട് മതി. ഇനി നമ്മുടെ മസാലയിലോട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നല്ല പോലെ മിക്സായി വരുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിനി ചൂടാക്കി വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളൊക്കെ നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് ഒരു ചാറ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചിലവർക്ക് നല്ല കുറുകിയിരിക്കുന്ന കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളാണ് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇത്തിരി എരിവുള്ള കറിയാണ്. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സ്പൈസി ആയിട്ടുള്ള നാടൻ ബീഫ് കറി ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.